ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ കോളടിച്ച് പ്രവാസികൾ. നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ മൂല്യം വർദ്ധിക്കുമെന്നതാണ് കാരണം. ഒരു ഒമാനി റിയാലിന്റെ മൂല്യം 245 രൂപ പിന്നിട്ടു. UAE ദിർഹം 25 രൂപ 65 പൈസ, കുവൈറ്റ് ദീനാർ 306 രൂപ, ബഹ്റൈൻ ദീനാർ 250 രൂപ, ഖത്തർ റിയാൽ 25.8 രൂപ, സൗദി റിയാൽ 25.07 രൂപ എന്നിങ്ങനെയാണ് മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ വിനിമയ നിരക്ക്. തിങ്കളാഴ്ച ഓഹരി വ്യാപാരം പുനരാരംഭിക്കുന്നതുവരെ ഇതേ നിരക്ക് തുടരും. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷം, ക്രൂഡ് ഓയിൽ വിലവർധന, ഷിപ്പിംഗ് ചാർജിന്റെയും ഷിപ്പ് ഇൻഷുറൻസിന്റെയും വർധന, ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകരുടെ കൂട്ടപ്പിന്മാറ്റം തുടങ്ങിയ കാരണങ്ങളാലാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞതെന്ന് സാമ്പത്തിക വിദഗ്ധനായ അഡ്വക്കേറ്റ് ആർ മധുസൂദനൻ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു. വെള്ളിയാഴ്ച വിപണിയിൽ ഡോളറിനെതിരെ 94.81 രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇൻട്രാട്രേഡിൽ ഇത് 94.85 വരെ ഉയർന്നിരുന്നു. ഇന്ത്യയിൽ രൂപയുടെ മൂല്യത്തകർച്ച പണപ്പെരുപ്പം വർദ്ധിക്കാനും കറന്റ് അക്കൗണ്ട് കുറവ് ഉയർത്താനും ഇടയാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇതോടെ പലിശ നിരക്കുകൾ ഉയരാനുള്ള സാധ്യതയും വർദ്ധിക്കും. ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഊർജ്ജവില വർധന കനത്ത തിരിച്ചടിയാകുന്നുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ ബാരലിന് ഏകദേശം $73 എണ്ണവില മാർച്ചിൽ $107.8 ഉയർന്നു. എണ്ണ, പ്രതിരോധ ഉപകരണങ്ങൾ, സ്വർണം, ഇലക്ട്രോണിക് സാധനങ്ങൾ തുടങ്ങിയവയുടെ വലിയ ഇറക്കുമതി ചെലവ് രൂപയുടെ മൂല്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.